ജീവിതത്തിൽ വരുന്ന പ്രയാസവും ബുദ്ധിമുട്ടും, ഇങ്ങനെ എന്തൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് തൻ്റെ ജീവിത രീതി കൊണ്ടും മറ്റുമൊക്കെയായി ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമായി മനുഷ്യൻ അവൻ മടങ്ങി വരണം. ലഅല്ലഹും യർജിഊൻ, അവർ വീണ്ടും വിചാരത്തിലേക്ക് വരണം. മരിക്കുന്നതിൻ്റെ മുമ്പ് ആ ബോധത്തോടു കൂടി അവനിലേക്ക് മടങ്ങുന്നൊരവസ്ഥ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ചിലപ്പോൾ പരീക്ഷണങ്ങളായി രോഗവും കഷ്ടപ്പാടും ദുരിതവും അങ്ങനെ പലതും മനുഷ്യർക്ക് ലഭിക്കുന്നത്. അങ്ങനെയും ഒരു വശം അതിനുണ്ട്. ശിക്ഷയായും കഠിനമായ അള്ളാഹുവിൻ്റെ ഒരു ദേഷ്യവും അള്ളാഹുവിനുള്ള അതിർത്തിയും ഒക്കെ രേഖപ്പെടുത്തുന്ന രീതിയിൽ പല സമൂഹങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ വ്യക്തികൾക്കും സമൂഹത്തിനൊക്കെ ഉണ്ടാകുന്നത് ഒരു വിചാരം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅ്സാഇ വദ്ദറ. എൻ്റെ മുമ്പ് ഒരുപാട് സമൂഹത്തിലേക്ക് നാം പ്രവാചകന്മാരെ നിയോഗിച്ച് അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅ്സാഇ വദ്ദറ. എന്നിട്ട് ആ ആളുകൾ വിശ്വാസത്തിലേക്ക് വരാനും അള്ളാഹുവിൻ്റെ അരികിലേക്ക് തന്നെ അവർ മടങ്ങാനും അള്ളാഹു അവർക്ക് കഷ്ടപ്പാടും ദുരിതവും നൽകി. ഫഅഖദ്നാഹും ബിൽ ബഅ്സാഇ വദ്ദറ. കഷ്ടപ്പാടും ദുരിതവും അള്ളാഹു അവർക്ക് നൽകി. ലഅല്ലഹും യതദറഊൻ. അവരൊരു വിനയാന്വിതരാകാൻ വേണ്ടി. അപ്പോൾ രോഗവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, സ്വമേധയാ തൻ്റെ അഹങ്കാരമൊക്കെ കൈവിട്ടുകൊണ്ട് വിനയന്യതരാവുക എന്നതൊക്കെയാണ് ഇത്തരം സംഗതികൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇസ്ലാം വളരെ കാര്യമായി തന്നെ നമ്മളെ പല കാര്യങ്ങളും ഉണർത്തുന്നുണ്ട്. രോഗമെന്നത് അത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വളരെ അനുഗ്രഹമായി നന്മയായി വർദ്ധിക്കുന്ന രീതിയിൽ രോഗങ്ങളുണ്ടാകും. അപ്പോൾ രോഗത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഒക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഒന്നാമതായി ഏത് രോഗവും അത് സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണ് എന്ന അടിയുറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്ന ഡോക്ടർ അയാളാണ് സുഖപ്പെടുത്തി, അദ്ദേഹം ഡോക്ടർമാരും മറ്റുള്ള വൈദ്യവും വൈദ്യശാസ്ത്രമൊക്കെ അതിനൊരു നിമിത്തമാകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ രോഗം സുഖപ്പെടുത്തുന്നത് വൈദാ മരിയത്തു ഫഹുവ യശ്ഫീൻ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് അള്ളാഹു ആണ് തനിക്ക് രോഗം സുഖപ്പെടുത്തുന്നവൻ. അപ്പം അള്ളാഹു ആണ് രോഗം സുഖപ്പെടുത്തുന്നത് എന്ന ഒരു അടിസ്ഥാനപരമായ ബോധം നമ്മളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് ഒരു വിശ്വാസി. അപ്പോഴേ അവൻ്റെ മനസ്സിൽ നിന്ന് പ്രാർത്ഥന ഉയരുള്ളൂ. അള്ളാഹുവുമായി സംസാരിക്കാൻ, അള്ളാഹുവുമായി ബന്ധപ്പെടാൻ നമുക്കുള്ള ഏക വഴി അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെയാണ് അള്ളാഹുവുമായി ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ അവൻ വിനയാന്വിതനാവുകയും അതോടൊപ്പം പ്രാർത്ഥനാനിരതനാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മെ ഈ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും എല്ലാവരും മരണം രുചിക്കുക തന്നെ ചെയ്യും. പക്ഷേ വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി വഇലൈനാ തുർജഊൻ. നല്ലത് മാത്രം കൊണ്ടാകൂല, അല്ലെങ്കിൽ തിന്മ കൊണ്ട് മാത്രം ആകൂല. അള്ളാഹു പരീക്ഷിക്കണം. അള്ളാഹുവിൻ്റെ പരീക്ഷണം ചിലപ്പോൾ നമുക്ക് എല്ലാ സുഖവും സൗകര്യവും എല്ലാം നൽകിക്കൊണ്ട് നമുക്ക് പരീക്ഷണങ്ങൾ നൽകാം. അതുപോലെ തന്നെ ദുരിതവും കഷ്ടപ്പാടും വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈർ,
ഷെറ് കൊണ്ടും ഹൈറ് കൊണ്ടും നമ്മളെ അള്ളാഹു പരീക്ഷിക്കും. വൈലൈന തുർജഊൻ, നിങ്ങളൊക്കെ മടക്കപ്പെടുന്നത് നമ്മളിലേക്കാണ്. അപ്പൊ ഈ ഒരു ബോധം ഒരു സന്ദർഭത്തിലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ഈ ആയത്തൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും അള്ളാഹുവിലുള്ള ആ പ്രതീക്ഷ അവനൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല, അവൻ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അവനോടാണ് കാര്യങ്ങളൊക്കെ പറയേണ്ടത്. കാരണം അവനാണ് രോഗം ശിഫ നൽകുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല പല രോഗങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ മാനസികമായി എന്ത് നിലപാടെടുത്താലും ആ രോഗം അതിൻ്റേതായ വഴിയിൽ ആ തഖദീർ അനുസരിച്ച് ആ ഖദാ അനുസരിച്ചുകൊണ്ട് പോകും. ആ ഖദാ അനുസരിച്ച് പോകുമ്പോൾ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഖദാഇനെ, ആ വിധിയെ നമ്മൾക്ക് ഒരു വലിയ നേട്ടമാക്കി മാറ്റാനാണ് സാധിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ഒരു അന്ധനായി ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു അന്ധനായി ജനിക്കുമ്പോൾ തന്നെ കണ്ണില്ലാത്ത ഒരാൾ, അയാൾ എത്ര പരിതപിച്ചുകൊണ്ടാണ് ഇരുന്നാലും, ആരെ കുറ്റപ്പെടുത്തിയാലും, അല്ലെങ്കിൽ പടച്ചോൻ തന്നെ അല്ലാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒക്കെ അവസ്ഥ എന്ത് തന്നെ ആയാലും ശരി, അങ്ങനെ പറയുന്നത് കൊണ്ട് അയാളുടെ കണ്ണിന് കാഴ്ച വരില്ല. അയാളുടെ കണ്ണിന് കാഴ്ച വരാത്ത രീതിയിൽ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇമാം അലീബിന് അബി താലിബ് പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നക്കെ ഇൻ സബർത്ത ജറത്ത അലൈക്കൽ മഖാദീർ, നീ ക്ഷമിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്ത് പടച്ചോനിൽ വിശ്വാസത്തോടു കൂടി നിനക്ക് വന്ന ദുരിതത്തെ, പ്രയാസത്തെ നീ ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ ആ ഖദർ, ആ വിധി നിനക്കൊരു വലിയ പ്രതിഫലമുള്ളതായി മാറും. വൈൻ ജസഅത ജറത്ത അലൈക്കൽ മഖാദീർ, നീ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരിതപിച്ചുകൊണ്ട് നിന്നാലും നിന്റെ രോഗം മാറൂല, അല്ലെങ്കിൽ നിന്റെ അവസ്ഥക്ക് മാറ്റം വരൂല. ആ വിധി അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും. അന്ത മഅ്സൂർ, അതിനുശേഷം നീ ആകട്ടെ മഅ്സൂർ, നീ കുറ്റവാളിയാവും. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഈ ഒരു സെൻസസിൽ നമുക്ക് കാണാൻ കഴിയും, ഈ അന്ധന്മാരായ ആളുകൾ, അതുപോലെ തന്നെ അംഗവൈകല്യം ഉള്ള ബഹുഭൂരിപക്ഷം ആളുകളും, അതല്ലെങ്കിൽ അവരിൽ ധാരാളം ആളുകൾ ദൈവനിഷേധികളാണ്. കാരണം അവർ പറയുന്നത്, എന്തുകൊണ്ട് ഞങ്ങളെ പടച്ചോൻ ഇങ്ങനെ എല്ലാവർക്കും കണ്ണിന് കാഴ്ച കൊടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കടത്തുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇന്ന സൗകര്യങ്ങൾ, നടക്കാനൊക്കെ സൗകര്യം നൽകി, ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ കാലൊക്കെ കുഴങ്ങി നടക്കാനും കഴിയാതെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കണേ എന്ന രീതിയിൽ പടച്ചവനോട് തന്നെ മനസ്സിലൊരു പ്രതിഷേധവും ഒക്കെ ആയിക്കൊണ്ട് അവരങ്ങനെ ജീവിക്കും. അങ്ങനെ ജീവിച്ചതുകൊണ്ട്, അങ്ങനെ ഒരാൾ വിചാരിച്ചത് കൊണ്ട് അയാളുടെ ആ അന്ധത മാറുമോ, അല്ലെങ്കിൽ അയാളുടെ തകർന്നുപോയ അല്ലെങ്കിൽ തളർന്നുപോയ കാലുകൾക്ക് ബലം കിട്ടുമോ? അതൊന്നുമില്ലല്ലോ. ആ വിധിയായി അങ്ങനെ പോകും. അങ്ങനെ പക്ഷെ അപ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് ഈ അവസ്ഥയെ അവന് ഉപയോഗപ്പെടുത്തി നാളേക്കുള്ളൊരു പാഥേയമാക്കി മാറ്റണം, അതിനെ നാളേക്കൊരു പ്രതിഫലാർഹമാക്കി മാറ്റുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇദബ്തുലീതു അബ്ദി ബിഹബീബതി, ഞാൻ എൻ്റെ അടിമനെ അവൻ്റെ 2 കണ്ണുകൾ കൊണ്ട് പരീക്ഷിച്ചാൽ, കണ്ണാട് എടുത്തു കളഞ്ഞു പടച്ചോൻ, അങ്ങനെ എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഫസബറ, എന്നിട്ട് അയാൾ അതിനെ ക്ഷമിക്കുകയും അതിനോട് ഒരു പോസിറ്റീവായി കൊണ്ടുള്ള ഒരു നിലപാടെടുക്കുകയും ചെയ്തു. എന്നാൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, കണ്ണ് കാണാത്തത് കൊണ്ട് അയാൾക്ക് ലഭിക്കുന്ന കുറേ ഗുണങ്ങളുണ്ട്. പാരത്രിക ലോകമായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ, പാരത്രിക ലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അയാൾക്കുണ്ട്. കണ്ണുള്ളവരുടെ പലതരം കുറ്റങ്ങളും തെറ്റുകളും വേണ്ടാവൃത്തികൾ കാണുന്ന, കണ്ണുകൊണ്ട് ചെയ്യുന്ന ഒരു കുറ്റവും അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. കണ്ണുകൊണ്ട് ഒരാൾക്ക് എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെല്ലാം കാണാൻ പാടില്ലാത്തത് കണ്ടുകൊണ്ട് അത് നമ്മളുടെ കുറ്റപത്രത്തിലേക്ക് എത്ര പാപങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതി എനിക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതില്ലല്ലോ. അപ്പം എനിക്കതൊരു വലിയ അനുഗ്രഹം, അല്ലെങ്കിൽ എനിക്കത് ലഭിച്ചത് ആ രീതിയിൽ അതിനെ ആലോചിക്കുകയും അത് തനിക്കൊരു സമാധാനം നൽകുന്നതായി മാറുകയും ചെയ്യുന്ന രീതിയിൽ
നിങ്ങളത് ക്ഷമിക്കുകയാണെങ്കിൽ അവ്വൽതുഹു മിൻഹാ അൽ ജന്ന, പകരമായി ഞാൻ അവന് സ്വർഗം നൽകുന്നതാണ്, പകരമായി ഞാൻ അവന് സ്വർഗം നൽകുമെന്നാണ് അതിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞിരുന്നത്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മാലി അബദിൽ മുഅ്മിൻ ഇന്ദി ജസാഉൻ ഇല്ലാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബഹു ഇല്ലൽ ജന്ന. അതുപോലെ ഒരു മനുഷ്യൻ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, അതായത് മരിച്ചു, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മകൻ മരിച്ചു, അല്ലെങ്കിൽ തൻ്റെ ഉപ്പ മരിച്ചു, അല്ലെങ്കിൽ തൻ്റെ ഇണ മരിച്ചു, അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് അങ്ങോട്ട് മരിച്ചുപോയി. ആ മരിച്ചുപോയ അവസ്ഥയിൽ ദുഃഖവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ മനുഷ്യനുണ്ടാകും. പക്ഷേ അതോടൊപ്പം അവൻ അതിനോട് ഭയങ്കരമായി എന്തിനെ ഈ വിധി ഇങ്ങനെയൊക്കെ ഉണ്ടോ, വിധിയുടെ ക്രൂരത എന്നൊക്കെ നമ്മുടെ പത്രങ്ങളൊക്കെ പറയുന്ന രീതിയിൽ, ആ രീതിയിൽ നമ്മളതിനെ വിശകലനം ചെയ്തതുകൊണ്ട് ആ മരിച്ചാൾ തിരിച്ചു വരൂലല്ലോ, മരിച്ചാൾ ഒരിക്കലും തിരിച്ചു വരൂല. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നതും പോസിറ്റീവായ ചിന്ത എന്ന് പറയുന്നതും ആ കാര്യത്തെ നമുക്കൊരു പ്രതിഫലാർഹമായ കാര്യമാക്കി മാറ്റുക. അപ്പം അയാൾ ഈ പ്രയാസവും ബുദ്ധിമുട്ടും എൻ്റെ ഏറ്റവും അടുത്ത, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മോൻ, ഉപ്പ, ഉമ്മ, അവരെ പടച്ചോൻ നേരത്തെ മരിപ്പിച്ചു, അല്ലെങ്കിൽ വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയിൽ അവർ മരിച്ചു, എനിക്കതിന് പ്രതിഫലമുണ്ട്, അത് ക്ഷമിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് വിചാരിച്ചാൽ അത് അയാൾക്ക് എന്തുണ്ടാവും, സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയായി മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ലോകത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രാഥമികമായ മനോഭാവം. രോഗമുണ്ടാകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. രോഗമുണ്ടാകാതിരിക്കാൻ നമ്മൾ വേണ്ട മുൻകരുതലുകളും എല്ലാം നമ്മൾ ചെയ്യണം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, രോഗമുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ രോഗമുണ്ടായാൽ അത് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ഡോക്ടർമാരെ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ എന്താണ്, അള്ളാഹു ഒരു രോഗം ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടെത്തും, ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അപ്പം മരുന്നില്ലാത്തൊരു രോഗമാണ്, ചികിത്സ ഇല്ലാത്ത രോഗമാണ് എന്നുള്ള റസൂലുള്ളാഹി ആകെ പറഞ്ഞത് വാർദ്ധക്യം പ്രാപിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. വാർദ്ധക്യം പ്രാപിക്കണേന് പിന്നെ അതിന് വേറെ ചികിത്സ എടുത്തിട്ടൊന്നും കാര്യമില്ല. താൽക്കാലികമായിട്ടൊക്കെ മുടി കറുപ്പിച്ചൊക്കെ ഒന്ന് ആ രൂപത്തിൽ നിൽക്കാം എന്നൊക്കെ മാത്രം. എന്നിരുന്നാലും വാർദ്ധക്യമായിക്കൊണ്ട് കാലങ്ങൾ കൊണ്ട് അതങ്ങനെ മനുഷ്യന് ഏജിങ് എന്ന് പറഞ്ഞ ആ പ്രോസസ്സിങ് അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഇല്ലാതെ പോലെ. അത് റസൂലുള്ളാഹി പറഞ്ഞു. ബാക്കിയുള്ളതിനൊക്കെ മരുന്നുണ്ട്, ബാക്കി എന്തൊക്കെ രോഗമുണ്ടോ അതിനൊക്കെ മരുന്നുണ്ട്. ആ മരുന്നൊക്കെ തദാവൂ യാ ഇബാദല്ലാഹ് റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ ചികിത്സിക്ക് എന്നാണ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം നമുക്ക് ചെയ്യാവുന്ന ചികിത്സയുടെ ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ നമുക്ക് തേടാം. അതൊക്കെ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ അതൊക്കെ തേടുകയും ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും അങ്ങനെയൊക്കെ തേടി എന്നിട്ട് എനിക്ക് രോഗമുണ്ടായി എന്ന് വിചാരിക്കുക, എന്നിട്ട് ഞാൻ രോഗിയായി മാറി. പിന്നെ അയാൾ ആലോചിക്കേണ്ടത് ഈ കിട്ടിയ രോഗത്തെ നമുക്ക് ഒരു പ്രതിഫലാർഹമായ ഒരു സംഗതിയാക്കി മാറ്റണം. അതിനെനിക്ക് നാളെ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റണം. ആ മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നതാണ് വിശ്വാസിയോട് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയണതാണ്. നിങ്ങൾ എന്താ അപ്പം മുതൽക്കൂട്ടാക്കി മാറ്റാണ്? ഒന്ന് ഇഹ്തിസാബാണ്. അതാണ് സുമ്മ ഇഹ്തസബഹു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇതിനൊക്കെ കൂലി കിട്ടും എന്നാണ് വിചാരിക്കുക. എന്തപ്പോൾ ഒരു തലവേദന വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ടല്ലോ, നിങ്ങൾക്ക് ദുഃഖം വന്നാൽ, പ്രയാസം വന്നാൽ, കാലിന് മുള്ളു കുത്തി വേദന വന്നാൽ അതിനും കൂടി നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഇതൊക്കെ എനിക്ക് കൂലിയിട്ടുള്ളൊരു സംഗതിയാണ് എന്നൊരു വിചാരം മനസ്സിലുണ്ടാകേണ്ടേ ഉള്ളൂ. ആ ഒരു വിചാരം മനസ്സിലുണ്ടാകുന്നതോടുകൂടി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ നാളേക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുകയാണ്. അങ്ങനെയാണ് അതാണ് യഥാർത്ഥത്തിലൊരു വിശ്വാസി അതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കാണേണ്ടത്. ആ രീതിയിൽ തന്നെ ആ സംഗതികൾ കാണണം. അതുകൊണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് കഷ്ടപ്പാടും ദുരിതം ഉണ്ടാകുമ്പം ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മോൻ ഇബ്രാഹിം മരിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി കരഞ്ഞു. അപ്പോൾ
കൂടെയുള്ള ആളുകൾ ചോദിച്ചു, റസൂലേ നിങ്ങളെന്താ കരീണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്നല്ല അതിനകത്ത് വൽ ഖൽബു യഹ്സൻ, കണ്ണിൽ കണ്ണുനീര്, അത് കണ്ണുനീര് പൊഴിച്ചുകൊണ്ടിരിക്കും, ഹൃദയം ദുഃഖം സഹിച്ചുകൊണ്ടിരിക്കും. എന്നാലും വലാ തഖൂൽ ഇല്ലാമാ യർള, അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത ഒന്നും നിന്റെ ഭാഗത്തിലില്ല, അത് പറയാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്ന ബിഫിറാഖിക യാ ഇബ്രാഹിം അൽ ഹസൂൻ, ഇബ്രാഹിമേ നീ പോയതിൽ ഞങ്ങൾ വലിയ ദുഃഖമുണ്ട്, വളരെ പ്രയാസം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. റസൂലുള്ളാഹിക്കും ഉണ്ടായിട്ടുണ്ട്. ചെറിയ മകൻ കുട്ടിയായിരിക്കണം, 10 മാസം പ്രായമാകുമ്പോഴേക്ക് എൻ്റെ ഏറ്റവും ചെറിയ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി കരഞ്ഞു പോയിട്ടുണ്ട്. ആ കരച്ചില്, ആ ദുഃഖം, അതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉയരുന്നതിന് അതൊരു കാരണമാകാൻ പാടില്ല. അങ്ങനെ വാക്കുകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. അത് അനുഭവപ്പെടുമ്പോഴാണ് അസ്സബ്റു ഇൻദ സദമത്തിൽ ഊല എന്ന് റസൂലുള്ളാഹി പറയുന്നത്. ക്ഷമ എന്ന് പറയുന്നത് കുറേ ദിവസം പലതരം പരിതാപവും മറ്റൊക്കെ നടത്തി അവസാനം ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോണ്ട് നന്നൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ ഇൻദ സദമത്തിൽ ഊല, ആ ഒരു ആഘാതം ഏൽക്കുന്ന സന്ദർഭത്തിലാണ് ക്ഷമിക്കേണ്ടത്. ആഘാതം കെട്ട് ഏൽക്കുമ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരാൾ, വളരെ അടുത്തപ്പെട്ട ഒരാൾ മരിച്ചു അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ ആ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയും. ഇതിനർത്ഥം ദുഃഖം ഉണ്ടാവില്ല എന്നല്ല, ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവെങ്കിലും ആ മനസ്സിനെ അവൻ ആഘാതമേൽക്കുമ്പോൾ പിടിച്ചു നിർത്താൻ കഴിയുക, അപ്പോഴുള്ള ക്ഷമയാണ് ഏറ്റവും ക്ഷമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഒരു രോഗം എന്നുള്ളതിനോട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട. പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാകരുത്. റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞൊരു സംഗതിയാണ്. എന്താ അറിയും, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നല്ലോ, ഞാൻ അങ്ങനെ പോയിരുന്നെങ്കിൽ ആ ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ മരിക്കൂലായിരുന്നു, ഇങ്ങനെ ചെയ്തിങ്ങനെ, അങ്ങനെ ഒരു ചിന്ത കഴിഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ കഴിയാത്ത ഒരു സംഗതി കഴിഞ്ഞു പോയതിനെ പറ്റി നമ്മളങ്ങനെ പറയരുത് എന്നാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഇഹ്റിസ് മാ യൻഫഉക വസ്തഈൻ ബില്ലാഹി വലാ തഅജ്ജിസ്. ഉപകാരപ്രദമായ സംഗതികളിൽ നീ എപ്പോഴും അതിന് നീ ആവേശം കാണിച്ച് അതിൻ്റെ കൂടെ അതിനുവേണ്ടി നീ അധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. വസ്തഈൻ ബില്ലാഹി, അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. വലാ തഅജ്ജിസ്, ഒരിക്കലും നീ എന്തായി പോകരുത്, ദുർബലനായി പോകരുത്. ഒരിക്കലും ദുർബലനാകാതെ അള്ളാഹുവോട് സഹായം ചോദിച്ചുകൊണ്ട് തന്നെ ഉപകാരപ്രദമായ കാര്യങ്ങൾക്കൊക്കെ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി എന്താ ചെയ്യാണ്ടൊക്കെ ചെയ്യുക. പക്ഷേ വൈൻ അസാബൊക്കെ ചെയ്യും, എന്തെങ്കിലും വിപത്ത് സംഭവിച്ചാൽ നമ്മൾ വിചാരിച്ചൊന്നും നടക്കണില്ല, അല്ലെങ്കിൽ നമ്മളെ കൈവിട്ട് പോവുകയാണ് പലതും, അങ്ങനത്തെ സംഗതി പറയുകയാണെങ്കിൽ ഫലാ തഖുൽ, നീ ഒരിക്കലും പറയരുത് ലൗഫ് അന്നീ ഫഅൽതു കദാ വകദാ, ഇങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നല്ലോ എന്ന് നീ പരിതപിക്കരുത്. ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, സംഭവം കഴിഞ്ഞു പോയില്ലേ. കഴിഞ്ഞു പോയൊരു സംഗതിയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറഞ്ഞ് നിന്റെ മനസ്സിനെ നീ വേദനിപ്പിക്കരുത്. അത് എനിക്ക് സമാധാനം ഉണ്ടാക്കൂല, നീ പരാജിതനായി പോകും, നിനക്ക് തോൽവി അതുകൊണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ നീ എന്ത് പറയണം, വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു മാ ശാ ഫഅൽ, അല്ലാഹ് അങ്ങനെയാണ് കണക്കാക്കി, അള്ളാഹ് അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ എന്നേ നീ വിചാരിക്കേണ്ടത്. അതല്ലാതെ നീ ഈ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഫൈന ലൗ തഫ്തഹു അമല ശൈത്താൻ എന്നാണ്. ഈ ആയിരുന്നെങ്കിൽ എന്ന ചിന്ത ഉണ്ടല്ലോ, അത് ശൈത്താന് വാതിലൊന്ന് കൊടുക്കലാണ്. മനസ്സിൽ പലതും ഇങ്ങനെ തോന്നും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓനാണ് ഇതിൻ്റെ കാരണം, ഇവരാണ് കാരണം. കുറേ അവസാനം കഴിഞ്ഞാൽ പടച്ചോൻ നിന്നൊന്നും കാണുന്നില്ല, പടച്ചോൻ ഞാൻ ഇത്ര കാലമായി നിസ്കരിക്കണം, നോമ്പ് വെക്കണം, ഇതൊക്കെ ചെയ്തിട്ടും എനിക്കിത് തന്നല്ലോ എന്ന രീതിയിലുള്ള പിശാച് പലതും നിങ്ങളുടെ മനസ്സിലിട്ടരും. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെ ക്ഷമിക്കുകയും അതിനെ ഒരു നല്ല രീതിയിൽ അതിനെ സമീപിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതോടൊപ്പം അതിപ്പം മരുന്നിന്റെ കാര്യത്തിലേ ഉള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞ അതാണ്, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫൈദാ ഉസീബ ദവാഉ ദാഇ, രോഗത്തിന് പറ്റിയ മരുന്ന് കൂടി ചെന്നാൽ യബ്റഉ ബിഇദ്നില്ലാഹ്,
അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ആ രോഗം സുഖപ്പെടും. അപ്പൊ നമ്മുടെ രോഗം എന്താ സുഖപ്പെടാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിനെ പറ്റിയ മരുന്നാണ് എത്തണില്ല എന്നുള്ളതാണ്. അല്ലാതെ ചികിത്സയും മരുന്നും ഇല്ലാത്തൊരു പരിപാടി അതുകൊണ്ടല്ല. ചിലപ്പോ ആ മരുന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾക്ക് അറിയാലോ, പണ്ട് കണ്ടെത്താത്ത എത്രയോ മരുന്നുകൾ നമ്മൾ ഈ കാലത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കണ്ടെത്തണം. അത്രയും അതിൽ അത്രയേ അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. കുറേ ഇത്തരം സംഗതികളൊക്കെ കുറച്ചുകൂടി ഒരു ഈസിയായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഈ പ്രയാസം, ബുദ്ധിമുട്ടും ദുരിതമൊക്കെ വരുമ്പോൾ സാരല്ല എന്ന് മനസ്സിലിങ്ങനെ തോന്നുക. മനസ്സിൽ സാരല്ല, അത് ശരിയാവും. എപ്പോഴും ഒരു ശുഭപ്രതീക്ഷയോട് കൂടി നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്നത്. അതാണ് നമ്മൾക്ക് ഈ രോഗം പോലത്തെ രോഗമെന്ന് മാത്രമല്ല, ദുരിതവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, മഴ കനത്ത് വരികയാണ്. ഇപ്പം മഴയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് നമ്മുടെ ആരോഗ്യവകുപ്പും മറ്റൊക്കെ നമ്മൾ ഉണർത്തുന്നുണ്ട്. പക്ഷേ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പല ഭാര്യമാരും അല്ലെങ്കിൽ മാതാക്കളും മറ്റുള്ളവരൊക്കെ പറയണത് ജോലിക്ക് പോകണില്ല എന്നുള്ളതാണ്. കാരണമൊന്നുമില്ല, വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പ് കണ്ടുകൊണ്ട് ജോലിക്ക് പോകണില്ല, വീട്ടിൽ ൻ്റെ കാര്യത്തിൽ ശ്രദ്ധല്ല, രാത്രി മുഴുവൻ കണ്ട് പിറ്റേന്ന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, വെറും ഉറക്കാണ്, വീട്ടിലെന്താ ഉള്ളത് എന്നൊന്നും നോക്കണം. ഈ ഉത്തരവാദിത്വം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ കുറേ സംഗതികളുണ്ട്. ആ ഹലാലാക്കിയ സംഗതികൾക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് വാജിബുകളൊക്കെ ഒരിക്കലും നിർബന്ധമായ ഫർളായി ചെയ്യേണ്ട സംഗതികൾക്ക് ഒരു നിലക്കും തടസ്സമാക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ഹലാലായ സംഗതികളെ നമ്മൾ സമീപിക്കേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഫർളായ സംഗതികൾ, ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ ഒക്കെ കാണുക, ഫുട്ബോൾ കളി കാണുക എന്നുള്ള ഒരു ഹറാമായ സംഗതി ഒന്നല്ല, ഹലാലായ സംഗതിയാണ്. ഏതും അതിന് വിട്ടു പോകുമ്പോൾ എല്ലാം പാടില്ലാത്തതാണ്. തിന്നുന്നത് കുടിക്കുന്ന അടക്കം അതാണ്. ഉലു അശ്രബു അലാ തുസ്രിഫു എന്നാണ് പറഞ്ഞത്. തിന്നോളി കുടിച്ചോളി, പക്ഷെ അതിന് വിടരുത് കേട്ടോ എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എല്ലാറ്റിനും ബാധകമാണ്. ഏതായാലും അങ്ങനത്തെ ഹലാലായ ഒരു സംഗതി നമ്മുടെ നിർബന്ധമായ സംഗതി, നിസ്കാരം പോട്ടെ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സുബൈ നിസ്കാരം ഖദായി പോവുക, ഇങ്ങനത്തെ സംഗതി ചെയ്താൽ അപ്പോൾ ആ കാണുന്നത് ഹറാമായി മാറും. അപ്പോഴത് ഹറാമായി, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി അതൊക്കെ ഹലാലായ സംഗതികളാണ്. അതുപോലെ തന്നെയാണ് ഈ കാണുന്നത് നമ്മളെ നിർബന്ധമായി ചെയ്യേണ്ട, വീട്ടിലേക്ക് ചെയ്യേണ്ട, കുടുംബത്തിനെ നോക്കേണ്ട ബാധ്യതയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ അത് വലിയ കുറ്റകരമായൊരു സംഗതിയാണ്. കാരണം നമുക്ക് എല്ലാവരോടും ബാധ്യത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ പോലെ, നിനക്ക് നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്, നിന്റെ ഇണയോട് ബാധ്യതയുണ്ട്, നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്, എല്ലാവരോടും ബാധ്യതയുണ്ട്, സമൂഹത്തോട് ബാധ്യതയുണ്ട്, മക്കളോട് ബാധ്യതയുണ്ട്. അപ്പോൾ കുടുംബം പോറ്റാൻ കടപ്പെട്ട ആളുകൾ ഈ രീതിയിൽ പോകുന്നു. കുടുംബം പോറ്റുന്ന കാര്യം ശ്രദ്ധിക്കണില്ല, അവർ ജോലിക്ക് പോകണില്ല, പലർക്കും ജോലിക്ക് പോകാൻ കഴിയണില്ല. ഉദ്യോഗസ്ഥന്മാരെ പറ്റിയല്ല പറയണത്. ഉദ്യോഗസ്ഥന്മാർ ജോലിക്ക് പോകാതിരുന്നാലും പോയാലും ഓർക്ക് അവരുടെ ശമ്പളമോ ലീവോ അല്ലെങ്കിൽ അങ്ങനത്തെ ആ രീതി നടക്കും. നിത്യജോലിക്ക് പോകുന്ന പല ആളുകളും ഈ ഫുട്ബോളിൻ്റെ ആ മാസ്മരികതയിൽ പെട്ടിട്ട് ജോലിക്ക് പോകാൻ അവർക്ക് കഴിയില്ല. രാവിലെ മഴയാണ്, രാത്രി ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് പോണില്ല എന്ന് വെക്കുക. അപ്പം ഇന്ന് വീട്ടിലെന്താ ഉള്ളത്, ഉള്ളതുകൊണ്ടൊക്കെ ഒപ്പിച്ചേക്കുക എന്ന് പറയാണ്. ഇത് ഞാനിങ്ങനെ ഭാവനയെന്ന് എടുത്ത് പറയല്ല, ഇങ്ങനെയൊക്കെ സംഗതികളുണ്ട് നടക്കുന്ന നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറയണോണ്ട് പറയാണ്. വീട്ടുകാർക്ക് പ്രശ്നമുണ്ട്, അപ്പൊ ഇന്നവരാണൊക്കെ അവനാൻ ആലോചിക്കുക ആരാണ് ഇതൊക്കെ. ഇത്തരം സംഗതികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫുട്ബോൾ ഇനിയും കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സംഗതിയാണ്.
പക്ഷേ അവനാൻ്റെ ഇത്തരം ബാധ്യതകൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. പൈസ ഇല്ലാത്ത പൈസ ഉണ്ട്, ഫ്ലക്സ് ഒന്നായിട്ട് അടിച്ചിട്ട് അതിന് വലിയ പണം ചെലവാക്കണ വരുമാനമില്ലാത്ത ആളുകൾ. ഈ പന്ത് കളിക്കണ വലിയ വലിയ പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ തൊഴിലാണ്, അവരുടെ തൊഴിലാണ്, അവർക്ക് വരുമാനം കിട്ടുന്ന പരിപാടികളാണ്. അങ്ങനെ നമുക്കിപ്പോൾ അതുകൊണ്ട് എന്ത് വരുമാനമുള്ളത്? നമുക്കത് കാണുമ്പം ഒരു സന്തോഷമുണ്ട്. അതിന് ഫാൻസും മറ്റുമായിട്ട് അതിര് വിട്ടുകൊണ്ട് അതിന് പണം ചെലവഴിക്കുകയും അതിന് സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക. അത്രയും പിന്നെ പറ്റുള്ളൂ. കാലത്തൊക്കെ അത് പറയാറുള്ളത് തന്നെ കുട്ടികൾ എന്താണ് ഈ ലോകത്ത് ഈ കാലത്ത് ജീവിക്കാത്ത വർത്താനാണല്ലോ ഈ പറയണതെന്നായിരിക്കും പലർക്കും തോന്നുന്നത്. പക്ഷെ അതിനിപ്പോൾ ഒരു പരിഹാരം എന്തേ ഉള്ളൂ? ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക. എന്താ എൻ്റെ കഥ? നേരം വെളുത്ത് രാത്രി മുഴുവൻ ഞാനിത് കണ്ടുകൊടുത്തിരിക്കുക. രാവിലെ വീട്ടിലുള്ള സാധനം കൊണ്ടുവന്നിക്കണമെന്ന് അറിയില്ല. പെണ്ണുങ്ങളും കുട്ടികളും ഇങ്ങനെ ഒന്ന് തിന്നുകണോ തിന്നിട്ടില്ലേ ഒന്നും നോക്കൂല. ഉള്ളോണ്ടൊക്കെ ഒപ്പിച്ചേക്ക് എന്ന് പറയും. എന്തേ സംഗതി? എൻ്റെ ആളെ കളി, ആ കളി കാണാം, ഈ കളി കാണാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു വിവേകപൂർണമായ ജീവിതം ഇത്തരം സംഗതികൾക്ക് ആവശ്യമാണ്. അത്തരം സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ